മറക്കില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന കൊടിമരം, അതിൻ്റെ താഴെ ഞാൻ 3 ദിവസത്തോളം വെള്ളമിറങ്ങാത്തൊരസുഖം, തീരെ വെള്ളം ഇറങ്ങണില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടെങ്കിൽ. 3 ദിവസം വെള്ളമിറങ്ങാത്തൊരസുഖം ഉണ്ടായപ്പോൾ അന്ന് ഡോക്ടർമാരുടെ അരികിൽ കൊണ്ടുപോയി. വാഴക്കാട് കമ്മിറ്റി ഭാരവാഹികൾ കൊണ്ടുപോവാത്ത ഇടങ്ങളില്ല. ഞാൻ വെറുതെ വടായി പറയില്ല. ഇപ്പോഴത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധനം 2 ക്യാമറ ഉണ്ട്, 3ാമത്തെ ക്യാമറ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. ഞാൻ കറക്റ്റ് പറയാണ്, വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയുടെ അന്നത്തെ കമ്മിറ്റി ഭാരവാഹികൾ എന്നെ 3 ദിവസം കൊണ്ടുപോവാത്ത ഇടങ്ങളില്ല. ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണമായിരുന്നു ഞാൻ ഡോക്ടർമാരെ സമീപിച്ചതും. രാവിലെ ഒരാളെ, ഉച്ചക്ക് വേറെ ആളെ, രാത്രി ഇത് ഇറങ്ങിക്കിട്ടണ്ടേ. ഗുളിക കുടിക്കണമെങ്കിൽ മരുന്ന് ഇറങ്ങണ്ടേ. 3 ദിവസം കഴിഞ്ഞ് ശരിയാകണില്ല. അങ്ങനെ അവസാനം എന്നെ കീഷേർ ഉസ്താദിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. വാഴക്കാട് തട്ടാൻ നാസറാക്ക മൂപ്പര് കൊണ്ടുവന്നു. മൂപ്പരുണ്ടായിരുന്നൊരു മൻസൂർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും അന്ന് ഉസ്താദ് താഴത്തെ പള്ളിയിലാണ്. ഇതിന്റെ നേരെ താഴെയുള്ള പള്ളിയിൽ, കോളേജൊക്കെ നടക്കുന്ന പള്ളിയിൽ, ഷിഫ പള്ളിയിൽ, അതിന്റെ പുറത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നാസറാക്കന്റെ കയ്യും പിടിച്ച് മൂപ്പര പള്ളിൻ്റെ ഉള്ളിൽ കയറി. അന്ന് ഉസ്താദ് അതിൻ്റെ ഉള്ളിലാ. ഉള്ളിലെങ്ങോട്ട് എത്തിയപ്പോൾ ഉസ്താദ് അവറുകൾ അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ വന്ന വിഷയം അങ്ങനെ വളരെ മലയിൽ പോയി ഫാത്തിഹ യാസീൻ ഓതി ദുആ പറയുന്നത്. ഇവിടെയാണ്. ഇവിടെ വന്ന് ഫാത്തിഹയും യാസീനും ഓതി ദുആ ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഫാത്തിഹയും യാസീനൊക്കെ ഓതി ദുആ ചെയ്തപ്പോൾ ഉസ്താദ് താഴത്തുണ്ടാകുമല്ലോ. പോയി നോക്കുമ്പോൾ ഉസ്താദും ഇല്ല, നാട്ടുകാരും ഇല്ല. വിഷമിച്ച് അടിക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. അപ്പം ആ 3ഉം കൂടെ ജംഗ്ഷൻ ഇങ്ങോട്ട് കയറുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു പാറയുണ്ട്. പാറക്കല്ലിൻ്റെ മുകളിൽ ഉസ്താദ് ഇരിക്കുക. ചുറ്റുഭാഗത്തും കണ്ടമാനം ആളുകളുണ്ട്. നാസറാക്ക അങ്ങോട്ട് വന്നിട്ടില്ല. നാസറാക്ക ഉസ്താദിൻ്റെ കൂടെ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നാസറാക്ക പറഞ്ഞു, അതാ ഞങ്ങളെ പള്ളിയത്തെ മൂല്യർ, മൂപ്പർക്ക് വെള്ളം ഇറങ്ങണില്ല എന്ന്. മൂപ്പർക്ക് വെള്ളം ഇറങ്ങി വെച്ചിട്ട് അനക്കെന്താ കിട്ടാണെന്ന് ചോദിച്ചു. അനക്കെന്തായാലും ലാഭം എന്ന് ചോദിച്ചു. കാരണം നാസറാക്ക അന്ന് ഡ്രൈവറാണ്. അന്ന് നാസറാക്ക മൂപ്പരിൻ്റെ വാഹനത്തിലെ ഡ്രൈവറാണ്. അനക്കെന്താ ഉപകാരം ചോദിച്ചു. അപ്പം മൂപ്പരെ തൊള്ളോണ്ട് പറയാൻ അള്ളാഹു തോന്നിപ്പിച്ചു. ഞാൻ മൂപ്പരെ കൂടെ ഡ്രൈവറായിട്ട് പോണ ആളാണ്. 2 വഴുതുണ്ടെങ്കിൽ എനിക്ക് ഓട്ടം ഉണ്ടാവും എന്ന് പറയാൻ ലാഭം. അയാൾ പറഞ്ഞു, ഈ മൗലിയാർക്ക് വെള്ളം ഇറങ്ങിയാൽ എൻ്റെ നാട്ടിൽ ഒരു ദർസും നടക്കും, ഒരു ക്ലാസ്സും നടക്കുന്നതാണ്. അന്ന് വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. അനക്കെന്താ ഉപകാരം എന്ന് ചോദിച്ചു. എനിക്ക് ഉപകാരം ഉസ്താദ്, എൻ്റെ നാട്ടിൽ ഒരു ക്ലാസ് നടക്കും, ഒരു ദർസും നടക്കുന്നു. അനക്കെന്താ ഉപകാരം എന്ന് ചോദിച്ചു. എൻ്റെ നാട്ടിൽ ക്ലാസ് നടക്കും, ദർസും നടക്കുന്നുണ്ട്. അന്നാ മൂപ്പർക്ക് ഒരു ചായയും ബന്നും വാങ്ങി കൊടുക്കാറ്. അങ്ങനെ ഉസ്താദ് അത് പറഞ്ഞു കൊടുത്തു. ഉസ്താദ് ഒരു ഗ്ലാസ് ചായ അവിടെ നിന്ന് വാങ്ങി. ഉസ്താദ് കുടിച്ചു. അതിനൊരു തുള്ളി പോലും ബാക്കിയാക്കാതെ മുഴുവനും കുടിച്ചിട്ട് ഉസ്താദ് കൊടുത്തയച്ചു. അങ്ങനെ ഉസ്താദ് അത് കഴിഞ്ഞപ്പോൾ സംസാരിച്ചു. ഉസ്താദ് ഒരു വെള്ളത്തിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, വെള്ളം കൊണ്ടുവന്ന് ആ വണ്ടിയിൽ കയറി ഉസ്താദ് പോയിച്ചു. നാസറാക്ക ഹോട്ടലിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, 2 ചായ 2 ബെന്ന് പറഞ്ഞു. ഞാൻ നാസറാക്കനോട് പറഞ്ഞു, 1 ചായ 1 ബെന്നും മതി, അത് നമുക്ക് പകുതിയാക്കാറുണ്ട്. നാസറാക്ക പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി നിങ്ങൾക്ക് തരൂല, നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി ഞാനും കുടിക്കൂല. എന്നോട് മൂല്യാർ പറഞ്ഞതാണ് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ, നിങ്ങൾ കുടിച്ചുള്ളായിരുന്നു. ആ ഗ്ലാസ് വാങ്ങി എൻ്റെ മുമ്പിൽ വെച്ചു. ആ ബെന്നും പഠിച്ചവൻ എന്ത് ചെയ്യണമെന്ന് കരുതി എങ്ങനെയൊക്കെയോ അതിൽ കുത്തി ബിസ്മിൻ ചൊല്ലി കഴിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വെള്ളമിറങ്ങാത്തൊരസുഖം ഇല്ല. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ.